എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്കാണ്. മെറ്റയുടെ സമീപനങ്ങളിൽ അതൃപ്തി അറിയിച്ച പ്രതിപക്ഷ എംപിമാർ. ഉപഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കുന്നതിനുള്ള മെറ്റയുടെ സംവിധാനങ്ങൾ അപര്യാപ്തമാണ്. കർശന നടപടികൾ ആവശ്യമാണ്. സർക്കാർ വിരുദ്ധത രാജ്യവിരുദ്ധതയായി കണക്കാക്കാനാകില്ലെന്നും പ്രതിപക്ഷ എംപിമാർ. വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടയിൽ ഉയർന്ന പോസ്റ്റുകൾ ചൂണ്ടിക്കാട്ടിയുള്ള BJP അംഗങ്ങളുടെ പരാമർശത്തിലായിരുന്നു മറുപടി. YS അഭിനന്ദുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അഭിനന്ദ്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത്? കീർത്തന, ഇന്ന് IT-യുടെ പാർലമെന്ററി കാര്യസമിതി യോഗം ചേർന്നിരുന്നു. പ്രധാനമായിട്ടും ഈ പ്രധാനമന്ത്രി ഇട്ട ഒരു വീഡിയോ ഹ്രസ്വ സമയത്തേക്ക് നീക്കം ചെയ്ത മെറ്റയുടെ നടപടിയിൽ ശക്തമായ നടപടിയിലേക്ക് കടക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. മെറ്റ അധികൃതരും കേന്ദ്ര സർക്കാരും കൂടിക്കാഴ്ച നടത്തി. അതിനിടയിലാണ് പാർലമെന്ററി കാര്യ സമിതി യോഗം വിളിച്ചു ചേർത്തത്. അതിനകത്താണ് പ്രതിപക്ഷ MP-മാർ അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. ഉപഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കുന്നതിനുള്ള മെറ്റയുടെ സംവിധാനങ്ങളെല്ലാം അപര്യാപ്തമായി തുടരുകയാണ്. സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ പലപ്പോഴും നിഷേധിക്കപ്പെടുന്നു. അതായത് സ്റ്റാർ വാല്യൂ ഉള്ളവർക്ക് മാത്രം ഒരു പരിഗണന, അല്ലാത്ത ആളുകൾക്ക് ഒരു തരത്തിലുള്ള പരിഗണനയും നൽകാത്ത മെറ്റയുടെ സമീപനമാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. കർശന നടപടികൾ ആവശ്യമാണെന്നും പറയുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള MP ഷാഫി പറമ്പിൽ കൂടി അംഗമായ പാർലമെന്ററി കാര്യ സമിതി യോഗമാണിത്. ഷാഫി പറമ്പിൽ അടക്കം ഇപ്പോൾ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാർ വിരുദ്ധത രാജ്യവിരുദ്ധതയായി കണക്കാനാകില്ലെന്നും പ്രതിപക്ഷം, അതായത് രാജ്യവിരുദ്ധത ആരോപിച്ചാണ് ചില പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ദേശവിരുദ്ധത അടക്കം ചൂണ്ടിക്കാട്ടി വലിയ രീതിയിലേക്ക് ആളുകളെ പരിഹസിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു, കമന്റ് ഇടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സർക്കാരിനെതിരെ സംസാരിച്ചാൽ അതെങ്ങനെ രാജ്യവിരുദ്ധതയായി കണക്കാക്കുമെന്ന് പ്രതിപക്ഷം ഇന്ന് പാർലമെന്ററി കാര്യ സമിതിയിൽ ചോദിച്ചു. വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടയിൽ ഉയർന്ന പോസ്റ്റുകൾ ചൂണ്ടിക്കാട്ടിയുള്ള BJP അംഗങ്ങൾ പരാമർശം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതായത് കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദറിൽ നടത്തിയ പ്രതിഷേധത്തിന്റെ വീഡിയോ ക്ലിപ്പുകൾ അടക്കം ഇന്ന് പാർലമെന്ററി കാര്യ സമിതിക്ക് മുന്നിലേക്ക് BJP MP-മാർ കൊണ്ടുവന്നു. BJP MP-മാർ കൊണ്ടുവന്നപ്പോൾ അതിനെ രൂക്ഷമായി പ്രതിപക്ഷ അംഗങ്ങൾ വിമർശിക്കുകയും ചെയ്തു. ഇത്തരം അക്കൗണ്ടുകൾ വിലക്കുന്നതിൽ ഭരണഘടനാപരമായ തത്വങ്ങളും നിയമങ്ങളും അടിസ്ഥാനമാക്കണം. സമൂഹ മാധ്യമങ്ങളിലെ ഉള്ളടക്ക നിയന്ത്രണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാകാൻ പാടില്ല. പൗരന്മാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഉപഭോക്താക്കളുടെ സ്വകാര്യതയും ഡാറ്റാ സുരക്ഷയും ഉറപ്പുവരുത്താൻ കർശന നടപടി വേണം. ഇത് ലംഘിക്കപ്പെട്ടാൽ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പറഞ്ഞു. എന്തായാലും പ്രതിപക്ഷവും കൂടി മെറ്റയ്ക്കെതിരായി നീങ്ങുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. പക്ഷേ സർക്കാർ മെറ്റയ്ക്കെതിരെ സ്വീകരിച്ച നിലപാടെന്നത് പ്രധാനമന്ത്രിയുടെ വീഡിയോ, അതായത് ഹൈ ഫ്രണ്ട്സ് എന്നൊക്കെയുള്ള വീഡിയോ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ട് കീർത്തന. അപ്പൊ അത് ഒരു കുറച്ച് സമയത്തേക്ക് അർദ്ധരാത്രി നീക്കം ചെയ്തതായിട്ട് ബന്ധപ്പെട്ടാണ് ഗവൺമെന്റും മെറ്റയും തമ്മിലൊരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇപ്പോൾ മെറ്റയുടെ ചില പ്രവർത്തനങ്ങളിൽ അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷങ്ങൾ. അത് പ്രധാനമന്ത്രിയുടെ ഹ്രസ്വ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് ഭരണപക്ഷം ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ ഇത് സാധാരണക്കാരുടെ പ്രശ്നമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. സാധാരണക്കാർക്ക് മെറ്റയിലെ ആപ്പുകൾ സുതാര്യമാകാത്ത സാഹചര്യം നിലവിലുണ്ട്. അത് പരിഹരിക്കാനായിട്ട് ഇടപെടൽ അത് വേഗത്തിലാക്കണമെന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതായത് മെറ്റയുടെ ഹൈ റിച്ച് ക്ലാസ് കാറ്റഗറിയെ അംഗീകരിക്കുന്ന നിലപാടിൽ നിന്ന് മാറ്റി പൂർണ്ണമായും എല്ലാവരെയും ഒരുപോലെ അംഗീകരിക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. ഇനി ഏതൊക്കെ തരത്തിലുള്ള നടപടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനം. പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മെറ്റ ഒരു ക്ഷമാപണമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ക്ഷമ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നാണ് നിലവിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത്. നടപടി വേണമെന്ന ഉറച്ചു നിൽക്കുകയാണ് BJP MP-മാരും. എന്ത് നടപടി അത് എങ്ങനെ ഉണ്ടാകുമെന്നത് അറിയില്ല. പാർലമെന്ററി കാര്യ സമിതിയിൽ വന്ന ചർച്ചകളും അതിന്മേലുള്ള അവലോകനവുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കീർത്തന. ശരി, YS അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകി.